വിശദമായ വാർത്തകളിലേക്ക്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അഭിസംബോധനയോടെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കം. ലോകം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്നും സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ നിരന്തരം പ്രയത്നിക്കുന്ന സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു. उनके दिखाई मार्गों पर चलते हुए मेरी सरकार राष्ट्र निर्माण के कर्तव्य को पूरा करने में तत्परता से जुटी है। आज भारत में एक स्थिर, निडर, निर्णायक और बड़े सपनों के लिए काम करने वाली सरकार है। आज भारत में ईमानदार का सम्मान करने वाली सरकार है। आज भारत में गरीबी को स्थायी समाधान और उनके स्थायी सशक्तिकरण के लिए काम करने वाली सरकार है। आज भारत में अभूतपूर्व स्पीड और स्केल पर काम करने वाली सरकार है। आज भारत में इनोवेशन और टेक्नोलॉजी के माध्यम से जन कल्याण को सर्वोपरि रखने वाली सरकार है। आज भारत में महिलाओं के सामने से हार बाधा को दूर करने वाली सरकार है। आज भारत में प्रगति के साथ ही प्रकृति का भी संरक्षण करने वाली सरकार है। आज भारत में विरासत के संरक्षण के साथ ही आधुनिकता को बढ़ावा देने वाली सरकार है। आज भारत में अपनी वैश्विक भूमिका को लेकर आत्मविश्वास से आगे बढ़ने वाली सरकार है। കേന്ദ്ര നേട്ടങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എണ്ണിപ്പറഞ്ഞു രാഷ്ട്രപതി. പ്രധാന നേട്ടം സ്ത്രീ ശാക്തീകരണമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. मेरी सरकार की एक बहुत बड़ी उपलब्धि महिला सशक्तिकरण की रही है। इस संदर्भ में मुझे नारी शक्ति नामक एक प्रेरक कविता का स्मरण होता है, जिसे भारतीय साहित्य की आज से लगभग 100 वर्ष पहले उन्होंने ये उद्घोष किया था। वसुंधरा तले भारत रमणी नुहे हीन नुहे दिन अमर कीर्ति कोटि जुगे केबे जगत नुहे बोलिना। अर्थात भारत की नारी पृथ्वी पर किसी की तुलना में ना तो हीन है ना दीन है। संपूर्ण जगत में उसकी अमर कीर्ति युगों युगों तक कभी लुप्त नहीं होगी, यानी सदैव बनी रहेगी। അതിർത്തികളിൽ ഇന്ത്യയുടെ സൈനിക ശേഷി കൂടുതൽ കരുത്താർജിച്ചു. കശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിച്ചു. മുത്തലാഖ് വിഷയത്തിലും സുപ്രധാന തീരുമാനമെടുക്കാൻ കഴിഞ്ഞുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, 2024 പൊതു തെരഞ്ഞെടുപ്പ് നേരിടാൻ പോവുകയാണ്. അതിനു മുന്നോടിയായുള്ള കേന്ദ്ര സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാണ് നാളെ അവതരിപ്പിക്കപ്പെടുന്നത്. അതിനു മുന്നോടിയായി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗം നടന്നു. കേന്ദ്ര നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയത്? മറ്റു വിശദാംശങ്ങൾ. ബാസവേശ്വരന്റെ പ്രവർത്തനമാണ് പൂജ എന്ന വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ എണ്ണിപ്പറഞ്ഞത്. ചെറുകിട കർഷകർക്കൊപ്പം നിന്ന സർക്കാരിൻ്റെ നേട്ടങ്ങളെ ദ്രൗപദി മുർമു പ്രശംസിച്ചു. ആത്മനിർഭർ ഭാരതിലേക്ക് നീങ്ങുന്ന സർക്കാർ എന്നാണ് വിശേഷിപ്പിച്ചത്. സ്ത്രീകളുടെ മുന്നേറ്റവും യുവാക്കളുടെ കരുത്തും രാഷ്ട്രപതി എടുത്തു പറഞ്ഞു. മുത്തലാഖ് നിരോധനം മുതൽ അനാചാരങ്ങളെ എതിർത്തതുവരെയുള്ള വിഷയങ്ങൾ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രതിപാദിക്കപ്പെട്ടു. ഒരു പ്രധാന വിഷയം രാജ്യത്തിൻ്റെ കരുത്ത് വർദ്ധിച്ചു എന്നതായിരുന്നു. മാവോയിസ്റ്റ് ഭീഷണി കുറഞ്ഞു എന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. അതിർത്തിയിൽ ശക്തി കാര്യമായി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു. ഭീകരതയെ രാജ്യം കരുത്തോടെ നേരിടും എന്ന് രാഷ്ട്രപതി എടുത്തു പറഞ്ഞു. മേഖലയിലും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ രാജ്യത്തിന് കഴിഞ്ഞു എന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ സാധാരണക്കാരനിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സർക്കാരിൻ്റെ വികസനങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രപതി എടുത്തു പറഞ്ഞു.
പാവപ്പെട്ടവർക്കായി 1 കോടിയിലധികം വീടുകൾ നിർമ്മിച്ചു. 11 കോടിയിലധികം ആളുകൾക്ക് ജലജീവൻ മിഷൻ വഴി വെള്ളം എത്തിച്ചു. 1 രാജ്യം 1 റേഷൻ കാർഡ് പദ്ധതി നടപ്പിലാക്കി. അങ്ങനെ നീളുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗം. ഒപ്പം തന്നെ ഈ ഗതാഗത രംഗത്തുണ്ടായ മാറ്റങ്ങൾ, റോഡുകളുടെ വികസനം രാഷ്ട്രപതി എടുത്തു പറഞ്ഞു. യുവാക്കളുടെയും സ്ത്രീകളുടെയും കരുത്ത് പ്രയോജനപ്പെടുത്തും എന്ന കാര്യത്തിലും രാഷ്ട്രപതി ഊന്നൽ നൽകി. ഒപ്പം തന്നെ സുസ്ഥിരമായൊരു സർക്കാരാണ് ഈ വികസനം സാധ്യമാക്കിയത് എന്ന് രാഷ്ട്രപതി പറഞ്ഞു. അപ്പോൾ മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ശുഭസൂചനയാണ് കേൾക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IMF റിപ്പോർട്ട് സൂചിപ്പിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. സാധാരണക്കാരന്റെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതാകും ബജറ്റെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു. ഈ വർഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ നേരിയ കുറവ് ഉണ്ടാകുമെങ്കിലും അടുത്ത വർഷം വർദ്ധിക്കുമെന്നാണ് IMFന്റെ റിപ്പോർട്ട്. നിലവിൽ 6.8 വളർച്ചാ നിരക്ക് 6.1 കുറയുമെന്നാണ് IMF പറയുന്നത്. भारतीय जनता पार्टी के नेतृत्व में एनडीए सरकार, उसका एक ही मकसद रहा है, एक ही मोटो रहा है, एक ही लक्ष्य रहा है और हमारी कार्य संस्कृति के केंद्र बिंदु में भी एक ही विचार रहा है। सदन देश के नीति निर्धारण में बहुत ही अच्छी तरह से चर्चा करके अमृत निकालेगा जो देश को काम आएगा. ബജറ്റിൽ പ്രതീക്ഷകൾ എന്തെല്ലാം? മാന്ദ്യം ബാധിക്കുമോ? ആദായ നികുതി കുറയുമോ? വില കുറയുമോ കൂടുമോ? ഉത്തരങ്ങളുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന പൊതുബജറ്റ് നാളെ. ന്യൂസ് 18-ൽ സമ്പൂർണ്ണ കവറേജ് രാവിലെ 7 മണി മുതൽ. അടൂർ ഗോപാലകൃഷ്ണൻ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. ഞാൻ അതിന് അദ്ദേഹം അങ്ങനെ ആവശ്യപ്പെടാനുള്ള അവസരം കൊടുത്തില്ല. കാരണം ഞാൻ അദ്ദേഹത്തിനോട് വളരെ വിശദീകരിച്ച് സംസാരിച്ചു. ഇതിന്റെ കാരണങ്ങളെപ്പറ്റി വിശദീകരിച്ച് സംസാരിച്ചു എന്ന് മാത്രമല്ല, ഞാൻ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സ്ഥാപനം ബിൽഡ് ചെയ്ത് വലുതാക്കാനുള്ള ഒരു ശ്രമത്തിൽ അതിൻ്റെ ഭാഗമാക്കാൻ എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു. എനിക്കതിനുള്ള ആവേശമുണ്ടായിരുന്നു. എന്നെപ്പോലെ എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച, ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ പ്രവർത്തിച്ച ആളാണ് ശങ്കർമോഹൻ. അങ്ങനെ ഒരാൾ അവിടെ നിന്ന് വിട്ടുപോകുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രൊഫസർസ് എല്ലാം ശങ്കർമോഹൻ്റെ എന്ന് ഒരാളിനെ അവിടെ നിന്ന്, അതും അത്രയും യോഗ്യനായിട്ടുള്ള ഒരാളിനെ പുറത്തുവിടുന്നതിലുള്ള പ്രതിഷേധം കൊണ്ട് മാത്രം അവരെല്ലാം രാജിവെച്ച് ഒഴിയുന്നു. ഈ അവസ്ഥയിൽ എന്നോട് അദ്ദേഹം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഈ നാശത്തിലേക്ക് പോകുന്ന ഒരു സ്ഥാപനത്തിന്റെ ചെയർമാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ശങ്കർ മോഹൻ മികച്ച പ്രൊഫഷണലാണ്. അദ്ദേഹത്തോളം ചലച്ചിത്ര സംബന്ധമായ അറിവോ പ്രവർത്തന പരിചയവുമുള്ള വ്യക്തി ഇന്ത്യയിലില്ല. അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി അപമാനിച്ച് പടികടത്തി വിടുകയാണ് ചെയ്തത്. 4 പതിറ്റാണ്ടിലധികം കാലം പ്രശസ്തമായ രീതിയിൽ സർക്കാർ സേവനം നടത്തിയിട്ടുള്ള ആളാണ്. ഇദ്ദേഹത്തോളം ചലച്ചിത്ര സംബന്ധമായ അറിവോ പ്രവർത്തന പരിചയമോ ഉള്ള മറ്റൊരു വ്യക്തി ഇന്ത്യയിലില്ല. ഞാൻ ഈ പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. അത്തരത്തിലുള്ള ഒരു മലയാളി പ്രൊഫഷണലെയാണ് നമ്മൾ ക്ഷണിച്ചു വരുത്തി അടിസ്ഥാനരഹിതമായ ദുരാരോപണങ്ങളും വൃത്തികെട്ട അധിക്ഷേപങ്ങളും സത്യവിരുദ്ധമായ കുറ്റാരോപണങ്ങളും നടത്തി അപമാനിച്ച് പടികടത്തിവിട്ടത്. സമരാഘോഷങ്ങൾക്ക് പിന്നിൽ ആരെന്നത് അന്വേഷിക്കണമെന്നും അടൂർ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, നാളുകളായി നീണ്ടുനിന്നിരുന്ന ഒരു സമരം, വിദ്യാർത്ഥികൾ നയിച്ച സമരത്തിന്റെ ബാക്കി പത്രമായി ഒടുവിൽ ഇപ്പോൾ ചെയർമാൻ രാജിവെച്ചിരിക്കുകയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ രാജിവെക്കുമ്പോഴും അദ്ദേഹം തുടക്കം മുതൽ സ്വീകരിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വിദ്യാർത്ഥി സമരത്തെ അദ്ദേഹം ഇന്നും എതിർത്തു പറഞ്ഞു. അതോടൊപ്പം തന്നെ ശങ്കർ മോഹനെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടുകൾ അദ്ദേഹം ആവർത്തിക്കുകയുമുണ്ടായി. ഒപ്പം മറ്റ് പലർക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി അദ്ദേഹം ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുകയുണ്ടായി, അല്ലേ?
തീർച്ചയായും നേരത്തെ പറഞ്ഞിരുന്ന ആരോപണങ്ങൾ, അതായത് വിദ്യാർത്ഥികൾക്കെതിരെ അവിടെ നടന്ന സമരത്തിലെ ഗൂഢാലോചന ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ്, കൂടാതെ ചില അധ്യാപകരാണ്, അസോസിയേറ്റ് പ്രൊഫസർ ആവാൻ കഴിയാത്ത ഒരു അധ്യാപകനാണ്, കൂടാതെ ഡയറക്ടർക്കെതിരെ നടന്ന ആരോപണങ്ങൾ അതൊന്നും ശരിയല്ല, അവയൊന്നും കൃത്യമായി പറയുന്നതല്ല, മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ്. വിദ്യാർത്ഥികൾ ഈ കഴിഞ്ഞ 3 വർഷക്കാലം ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് തന്റെയും ശങ്കർ മോഹന്റെയും നേതൃത്വത്തിൽ നടന്നത്. പക്ഷേ വിദ്യാർത്ഥി സമരം ആരോപണങ്ങളും കാരണം അദ്ദേഹത്തെ അപമാനിച്ചു പടിയിറക്കി പുറത്തേക്ക് അയച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലെയാണ് മുഖ്യമന്ത്രിയെ കണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത്. 5 പേജുള്ള ഒരു വിശദീകരണ കുറിപ്പും ഇതോടൊപ്പം നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. അതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് 2 അന്വേഷണ കമ്മീഷൻ അവിടെ വെച്ചു. ഒന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യ അന്വേഷണ കമ്മീഷൻ വെച്ചത്. അതിൽ തന്റെയോ ശങ്കർ മോഹന്റെയോ മൊഴിയെടുക്കാൻ പോലും തയ്യാറായില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ അന്വേഷണ കമ്മീഷനെ വെച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വെച്ച അന്വേഷണ കമ്മീഷൻ വളരെ മോശമായിട്ടാണ് ശങ്കർ മോഹനോട് സംസാരിച്ചത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ശങ്കർ മോഹന് പറയാനുള്ളത് ഈ അന്വേഷണ കമ്മീഷൻ, അതായത് രണ്ടാമത് നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കേൾക്കാൻ പോലും തയ്യാറായില്ല. ഒടുവിൽ ശങ്കർ മോഹൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിൽ ഇടപെട്ടുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വാർത്തകൾ പത്രങ്ങളിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധിച്ചാണ് ശങ്കർ മോഹൻ രാജിവെച്ചത്. അതേ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് താൻ രാജിവെക്കുന്നത്. താൻ ഇന്നലെ മുഖ്യമന്ത്രി കണ്ട് ദീർഘമായി സംസാരിച്ചു. എന്തായാലും മുഖ്യമന്ത്രി രാജിവെക്കരുത് എന്നുള്ള ആവശ്യം ഉന്നയിച്ചില്ല. വിശദമായി അവിടെ നടന്ന കാര്യങ്ങളെല്ലാം താൻ പറഞ്ഞു നൽകി എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ഇതിന്റെ വാർത്താസമ്മേളനം ഇപ്പോഴും തുടരുന്നുണ്ട്. എന്തായാലും നേരത്തെ വിശദമായ ഒരു ഇന്റർവ്യൂ ന്യൂസ് 18 നൽകിയിരുന്നു. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ ചില ആരോപണങ്ങളിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പ്രത്യേകിച്ച് ശുചീകരണ തൊഴിലാളികൾക്കെതിരെ അദ്ദേഹം എടുത്ത നിലപാട്. ശുചീകരണ തൊഴിലാളികൾ പറയുന്നത് പച്ചക്കള്ളമാണ്. അവർക്ക് ശങ്കർ മോഹന്റെ വീട്ടിൽ കയറി അവിടുത്തെ ശുചിമുറി വൃത്തിയാക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് തെറ്റായ പ്രചരണമാണ്. അവർ പ്രതികരിക്കുന്നത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നത് മറ്റു ചിലർ അഭിനയിക്കാൻ പഠിപ്പിച്ച് അവരെ കൊണ്ട് അഭിനയിപ്പിക്കുന്നതാണ്. കൂടാതെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പിന്നിൽ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ്. ആ സെക്യൂരിറ്റി ജീവനക്കാരൻ ഒരു ക്രിമിനലാണ്. അയാൾ വിദ്യാർത്ഥികൾക്ക് ഈ മിലിറ്ററി കോട്ടയിൽ കിട്ടുന്ന മദ്യം നൽകുന്നുണ്ട്. ആ മദ്യം വാങ്ങി കഴിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. കൂടാതെ ദളിത് വിവേചനം അവിടെ നടന്നിട്ടില്ല എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഒരു വിദ്യാർത്ഥിക്ക് സംവരണ കോട്ടയിൽ അഡ്മിഷൻ നൽകാതിരുന്നതിന് കാരണം ഈ നേരത്തെ തന്നെ LBS നൽകിയ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നൽകിയത്. LBS ആണ് അത്തരത്തിൽ ദളിത് വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം, അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് അല്ല, അല്ലെങ്കിൽ ശങ്കർ മോഹൻ അല്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്തായാലും 5 പേജ് നീണ്ട ഒരു വിശദീകരണ കുറിപ്പും അദ്ദേഹം മുഖ്യമന്ത്രിക്കും സമർപ്പിച്ചു. ഒപ്പം വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർക്കും നൽകിയിട്ടുണ്ട്. അതിൽ വിശദമായി തന്നെ ഓരോ കാരണങ്ങൾ, അതിൽ ഓരോ വ്യക്തികളാണ് പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ വശവും ശങ്കർ മോഹന്റെ വശവും ന്യായീകരിക്കുന്നത്. എന്തായാലും ഈ ന്യായീകരണങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും മറ്റൊരാൾ പോലും ശങ്കർ മോഹനെയോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മറ്റൊരാൾ പോലും ശങ്കർ മോഹനെയോ അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണനെയോ ന്യായീകരിക്കാൻ രംഗത്തേക്ക് വന്നിട്ടില്ല. എന്തായാലും ഈ നേരത്തെ പറഞ്ഞിരുന്ന ആരോപണങ്ങൾ, മറ്റ് ചില വ്യക്തിപരമായ ആരോപണങ്ങൾ, അതായത് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ, PRO പോസ്റ്റ് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹം PR ജോലി ചെയ്തത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള PR ജോലിയാണ് ചെയ്തത്. കൂടാതെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ ആക്കാതിരുന്നതിന്റെ ഒരു വൈരാഗ്യമാണ് അവിടെ മറ്റു വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിച്ചത്. തുടങ്ങിയുള്ള ആരോപണങ്ങളെല്ലാം ഈ വാർത്താ സമ്മേളനത്തിലുടനീളം അദ്ദേഹം ഉന്നയിക്കുന്നുമുണ്ട്. തീർച്ചയായും. എന്തായാലും വിവാദങ്ങൾക്കൊടുവിൽ അടൂർ ഗോപാലകൃഷ്ണൻ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ പദവി രാജിവെച്ചിരിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിന്റെ ഗവേഷണ പ്രബന്ധ വിവാദത്തിൽ അന്വേഷണത്തിന് കേരള സർവകലാശാല. ഇതിനായി വിദഗ്ധ സമിതിയെ നിയമിച്ചേക്കും. വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിൽ പ്രബന്ധം നേരിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് നീക്കം. ചിന്താ ജെറോമിന്റെ ഗവേഷണ ബിരുദം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമലിനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പരാതി നൽകിയത്. ഇതിനു പിന്നാലെയാണ് വിദഗ്ധ സമിതിയെ നിയമിക്കാൻ കേരള സർവകലാശാല ആലോചിക്കുന്നത്. വിവാദമായ ഗവേഷണ പ്രബന്ധം നേരിട്ട് പരിശോധിക്കാനാണ് സർവകലാശാലയുടെ നീക്കം. പരാതി വിശദമായി പഠിച്ച ശേഷം തുടർ നടപടിയെന്നാണ് VCയുടെ നിലപാട്. ഗവേഷണ പ്രബന്ധത്തിൽ ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കൃതി വൈലോപ്പിള്ളിയുടേതെന്ന് പരാമർശിച്ചതാണ് വിവാദങ്ങളുടെ തുടക്കം. പിന്നാലെ പ്രബന്ധത്തിൽ ഒരു ഓൺലൈൻ ലേഖനം പകർത്തിയെഴുതിയതാണെന്നുള്ള പരാതി കൂടി വന്നതോടെയാണ്
ചിന്തയുടെ ഗവേഷണ ബിരുദം റദ്ദാക്കണമെന്ന ആവശ്യം ഉയർന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഗവേഷണ പ്രബന്ധത്തിലെ പിഴവിൽ വിശദീകരണവുമായി യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോ. സാന്ദർഭികമായ പിഴവാണ് സംഭവിച്ചത്. നോട്ടപ്പിശകുണ്ടായി. മനുഷ്യ സഹജമായ തെറ്റാണെന്നും ചിന്ത വിശദീകരിച്ചു. ഒരു വരി പോലും മറ്റൊരിടത്ത് നിന്ന് പകർത്തി എഴുതിയിട്ടില്ല. ചില ലേഖനങ്ങളുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുക മാത്രമാണ് ചെയ്തത്. പുസ്തക രൂപത്തിലാക്കുമ്പോൾ തെറ്റ് തിരുത്തുമെന്നും ചിന്ത പറഞ്ഞു. അതൊരു പുസ്തക രൂപത്തിലേക്ക് നമുക്ക് നമ്മുടെ ഗവേഷണ പ്രബന്ധം മാറ്റുന്ന ഒരു വർക്ക് ഞാൻ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുണ്ടായ നോട്ടപ്പിശക് ചൂണ്ടിക്കാണിച്ചത്. അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ആ പിശക് തിരുത്തി കൂടുതൽ കൃത്യവും വ്യക്തവുമായി തന്നെ അത്തരം കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു പുസ്തക രൂപത്തിലേക്ക് അത് മാറ്റുന്ന ഘട്ടത്തിൽ അത് ശ്രദ്ധിക്കും എന്നുള്ള ഭാഗമാണ്. അത് ആനുഷംഗികമായുണ്ടായ ഒരു പരാമർശത്തെ പർവ്വതീകരിച്ചുകൊണ്ട് ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വ്യക്തിഹത്യയും സ്ത്രീ എന്നുള്ള നിലയിലെ നമ്മുടെ ഐഡന്റിറ്റിയെ അല്ലെങ്കിൽ അത്തരത്തിൽ പോലും സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളും ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. ആലപ്പുഴ CPM-ലെ ചേരിപ്പോരിൽ സജി ചെറിയാനും PP ചിത്തരഞ്ജനും തമ്മിലുള്ള യുദ്ധം പുതിയ തലത്തിലേക്ക്. സ്ഥലം MLA PP ചിത്തരഞ്ജനെ പ്രതിരോധത്തിലാക്കി പ്രതിഷേധം സംഘടിപ്പിച്ച് പ്രതിപക്ഷം നിയമവിരുദ്ധമായി തുറന്നുകൊടുത്ത പാലത്തിലൂടെയും അപ്രോച്ച് റോഡിലൂടെയും മണിക്കൂറുകൾക്കുള്ളിൽ മന്ത്രി സജി ചെറിയാന്റെ ഔദ്യോഗിക വാഹനം ഓടിച്ചിറക്കി. കടന്നുപോകാൻ മറ്റ് അനവധി വഴികൾ ഉള്ളപ്പോഴാണ് നിർമ്മാണം പൂർത്തിയാകാത്ത പാലത്തിലൂടെയും മന്ത്രിയുടെ സാഹസിക യാത്ര. ഇത് PP ചിത്തരഞ്ജൻ MLA-യുടെ ആലപ്പുഴ മണ്ഡലത്തിലുള്ള കൊമ്മാടി പാലം. 2 വർഷമായി പാലം പണി മൂലം ഈ വഴി ഗതാഗത യോഗ്യമല്ല. കഴിഞ്ഞ ദിവസം പെട്ടെന്നാണ് കോൺഗ്രസ് നേതാക്കളും BJP പ്രവർത്തകരും ചില നാട്ടുകാരും ചേർന്ന് അപ്രോച്ച് റോഡിൽ മണ്ണിറക്കി പായസ വിതരണം നടത്തി പാലം നിയമവിരുദ്ധമായി തുറന്നത്. ഇനിയാണ് നാടകീയ രംഗങ്ങൾ. പൊതുമരാമത്ത് വകുപ്പിന്റെ അനുവാദമില്ലാതെ ചിത്തരഞ്ജനെതിരെ പ്രതിഷേധമുയർത്തി പ്രതിപക്ഷ പാർട്ടികൾ തുറന്ന പാലത്തിലൂടെ മണിക്കൂറുകൾക്കുള്ളിൽ കടന്നു വരുന്നത് സംസ്ഥാനത്തെ മന്ത്രിയായ സജി ചെറിയാൻ. ചേർത്തലയിലേക്കുള്ള മന്ത്രിയുടെ റൂട്ട് തീരുമാനിച്ചു നൽകിയത് കൈചൂണ്ടി വഴി ആശ്രമം ജംഗ്ഷനിൽ നിന്ന് മണ്ണഞ്ചേരിയിലേക്കാണെന്ന് നോർത്ത് പോലീസ് വ്യക്തമാക്കുന്നു. എന്നാൽ പോലീസ് അറിയാതെ ആശ്രമം ജംഗ്ഷനിലെത്തിയ മന്ത്രിയുടെ കാർ നാടകീയമായി തിരിഞ്ഞ് ചിത്തരഞ്ജന്റെ പണി തീരാത്ത പാലത്തിലൂടെ സാഹസികമായി കടന്നു പോവുകയായിരുന്നു. മന്ത്രിയെ കാണാതെ പൈലറ്റായി പോയ നോർത്ത് പോലീസിന്റെ ജീപ്പ് പിന്നീട് തിരികെ വന്ന എസ്കോട്ടായി പാലത്തിലൂടെ പോകേണ്ടി വന്നതും ദൃശ്യങ്ങളിൽ കാണാം. ചിത്തരഞ്ജന്റെ മണ്ഡലത്തിൽ സജി ചെറിയാൻ വിഭാഗത്തിന് കടുത്ത സ്വാധീനമുള്ള കൊമ്മാടി മേഖലയിൽ ഈ നാടകീയ രംഗങ്ങൾക്ക് പിന്നിൽ CPM-ലെ സജി അനുകൂലികളാണെന്ന ആരോപണം ഉയരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞത് ശരിക്കും അത് MLA-ക്ക് ഒരു പണി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ CPM-ലെ ഒരു വിഭാഗം തന്നെയാണ് അതിന് പിന്നിൽ. കാരണം ഇതേ ആളുകൾ ഈ CPM-ലെ ഈ ഇത്തരത്തില് അവരുടെ ജനകീയ ഉദ്ഘാടനം നടത്തി തൊട്ടുപുറകെ മന്ത്രിയുടെ വണ്ടി അതിലൂടെ കടന്നു പോകുന്നു. ഇത് ഏതൊരാൾക്കും ആലപ്പുഴയിലെ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന ഒരു വസ്തുതയാണ്. P. കൃഷ്ണപിള്ളയും PK ചന്ദ്രാനന്ദനുമൊക്കെ കെട്ടിപ്പടുത്ത ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ ഇതാണിപ്പോൾ. സംസ്ഥാന നേതൃത്വം എത്ര പടിയെടുത്താലും പാർട്ടി ഓഫീസിന്റെ അകത്തളങ്ങളിൽ നിന്നും ചേരിപ്പോര് തെരുവിലെത്തി നിൽക്കുന്നു. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക്. വസ്തുനിഷ്ഠമായിട്ട് ഈ വിഷയങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്മീഷൻ അവിടെ സന്ദർശിച്ച് തെളിവ് എടുക്കുന്ന സന്ദർഭത്തിൽ അതിനോട് സഹകരിക്കാൻ ബഹുമാന്യനായ ഡയറക്ടർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ അതുകൊണ്ട് കഴിഞ്ഞില്ല. രണ്ടാമത്തെ കമ്മീഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ കൂടെ അഭിപ്രായ പ്രകാരം നിയോഗിച്ച കമ്മീഷനാണ്. ആ കമ്മീഷനിലെ 2 വ്യക്തികളും ഭരണരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അനുഭവ സമ്പത്തുള്ള
വളരെയധികം നമ്മുടെ സമൂഹം അംഗീകരിക്കുന്ന ഭരണാധികാരികളായിട്ട് പ്രവർത്തിച്ചവരാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരാൾ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു, മറ്റേയാൾ ന്യൂവാൽസിൻ്റെ വൈസ് ചാൻസലറായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തും അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തും ഭരണപരിചയമുള്ള രണ്ടുപേരെയാണ് ഈ വിഷയത്തിനായിട്ട് നിയോഗിച്ചത്. അവരും ബഹുമാന്യനായ ശങ്കർ മോഹനുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് അവർ നിർവഹിച്ചത്. അപ്പോൾ ആ നിലയിൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ രണ്ടും ലഭ്യമായിട്ടും ഗവൺമെന്റായിട്ട് അതിലൊരു നടപടി സ്വീകരിക്കുകയോ ആരെയെങ്കിലും നീക്കം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കമ്മീഷൻ റിപ്പോർട്ടിന്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും തന്നെ പത്രമാധ്യമങ്ങളിലൂടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ വന്നു എന്നുള്ളതിനെ മുൻനിർത്തി ബഹുമാന്യനായ ശ്രീ ശങ്കർ മോഹൻ രാജിവെച്ചൊഴിയുകയാണ് ഉണ്ടായത്. സർക്കാർ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള യാതൊരു നടപടികളിലേക്കും കടന്നിട്ടുണ്ടായിരുന്നില്ല. കമ്മീഷൻ റിപ്പോർട്ടുകൾ ലഭ്യമായി എന്നുള്ളത് ശരിയാണ്. വാസ്തവത്തിൽ ആ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിലേക്ക് ഗവൺമെന്റ് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ രാജി സമർപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഗവൺമെന്റായിട്ട് ആരെയും ഒഴിഞ്ഞു പോകണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നില്ല. കമ്മീഷനെ അടൂർ വിമർശിക്കുന്നു. കമ്മീഷൻ അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. ഒപ്പം ഈ ശങ്കർ മോഹനെ കമ്മീഷൻ അപമാനിച്ചു എന്നടക്കം പറയുന്നു. കമ്മീഷൻ അങ്ങനെ അപമാനിക്കുന്ന ആളുകളൊന്നല്ല. അവര് നിരവധി ആളുകളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള വളരെ പരിപക്വമായിട്ടുള്ള വ്യക്തിത്വത്തിന്റെ ഉടമകളാണ്. നിങ്ങൾക്ക് എവർക്കും അറിയാവുന്നവരാണ്. കമ്മീഷൻ അടൂർ ഗോപാലകൃഷ്ണൻ സാർ ഇപ്പോൾ പറഞ്ഞത് അവർക്ക് ചലച്ചിത്ര പഠനത്തിന്റെ മേഖലയിൽ അറിവില്ല എന്നുള്ളതാണ്. അവര് ചലച്ചിത്ര പഠനത്തിന്റെ മേഖല മാത്രമല്ലല്ലോ, അതൊരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണല്ലോ. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അധ്യാപക വിദ്യാർത്ഥി മാനേജ്മെന്റ് ബന്ധം, ഈ മൂന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലുള്ള ബന്ധം ഏതു വിധത്തിലായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് തികഞ്ഞ ധാരണയുള്ളവരാണ് ആ കമ്മീഷൻ അംഗങ്ങളായിരുന്ന രണ്ടുപേരും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അവർ നൽകിയിട്ടുള്ളത്. അത് ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്. വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം ഉലച്ചു കളയുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ അവർക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉണ്ടായിക്കൂടാ എന്നുള്ളത് തന്നെയാണ് ശരിയായിട്ടുള്ള ഒരു നിലപാട്. അപ്പം അതെ, അങ്ങനെ ആ നടപടിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായും കമ്മീഷൻ റിപ്പോർട്ടുകൾ ഏതാണ്ട് സമാന സ്വഭാവത്തിലുള്ള കണ്ടെത്തലുകളാണ് രണ്ട് റിപ്പോർട്ടിലുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്കൊന്നും പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനു മുൻപ് തന്നെ രാജി സമർപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. അത് നമ്മളതിനെ അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളതിന്റെ മറുപടിയല്ല. അതിനു മുൻപ് തന്നെ രാജിവെക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ച് പുറത്താക്കിയതല്ല. രാജിവെക്കാനുള്ള തീരുമാനം അദ്ദേഹം സ്വയം സ്വീകരിച്ചതാണ്. പിന്നെ ബഹുമാന്യനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ നമ്മുടെ കേരളത്തിന്റെ അഭിമാനം തന്നെയാണ്. യാതൊരു തർക്കവും ആ കാര്യത്തിൽ ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വളരെ സെൻസിറ്റീവാണ് വിഷയം എന്നുള്ളത് കൊണ്ട് ശ്രദ്ധാപൂർവം അവധാനതയോടുകൂടി മാത്രമേ ഇടപെടാൻ പാടുള്ളൂ എന്നുള്ള കാര്യം ബഹുമാന്യനായ മുഖ്യമന്ത്രി എപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹവുമായിട്ട് ആലോചിക്കാതെയാണ് വിദ്യാർത്ഥികൾക്ക് സമരസംഘടന ചില ഉറപ്പുകൾ നൽകിയാണ് അദ്ദേഹം ആലോചിക്കുകയുണ്ടായി. അങ്ങനെയാണോ? വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയത് ആരെയും ബുദ്ധിമുട്ടിക്കുന്ന ഉറപ്പുകളൊന്നും അല്ലല്ലോ വിദ്യാർത്ഥികൾക്ക് നൽകിയത്. ഏവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന പരാതി പരിഹാര സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവുമെന്നുള്ളതാണ്. അത് ആർക്കെങ്കിലും എതിർക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിദ്യാർത്ഥികള് അവരുടെ ഡയറക്ടർ രാജിവെക്കുക എന്നുള്ള മുദ്രാവാക്യമാണ് പ്രധാനമായിട്ട് ഉയർത്തിയിരുന്നത്. അദ്ദേഹം സ്വയം രാജിവെച്ച് ഒഴിഞ്ഞു പോയപ്പോൾ പിന്നെ അവർക്ക് ആ വിഷയം പിന്നെ നിൽക്കുന്നില്ലല്ലോ, അത് പ്രസക്തമല്ലാതാവാണ്. പിന്നെ മറ്റു കാര്യങ്ങൾ അവരാവശ്യപ്പെടുന്നത് അവർക്ക് പരാതികൾ ഉണ്ടാവുമ്പോൾ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം ഇത്യാദി കാര്യങ്ങളാണ്. അതൊക്കെ തീർച്ചയായും വേണ്ടതാണല്ലോ. കമ്മീഷൻ റിപ്പോർട്ടുകളുടെ ഉള്ളടക്കം ഏതാണ്ട് ശരിയാണെന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ അവകാശമുള്ളൂ.
അത് സർക്കാരിനോട് പ്രതിഷേധിക്കേണ്ടുന്നതായിട്ടുള്ള കാരണങ്ങളൊന്നും കാണുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ കൂടെ സമ്മതപ്രകാരമാണ് ഈ 2 കമ്മീഷൻ അംഗങ്ങളെ നിയോഗിച്ചത്. അവര് കേരളീയ സമൂഹത്തിൽ വളരെ സ്വീകാര്യതയുള്ള, ഭരണരംഗത്ത് വിദ്യാഭ്യാസ മേഖലയിലും ഭരണ മേഖലയിലും വളരെയധികം പരിണതപ്രജ്ഞരായിട്ടുള്ള, അനുഭവസമ്പന്നരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. അവരൊരിക്കലും ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെയോ ശ്രീ ശങ്കർ മോഹനെയോ മനഃപൂർവ്വം ദ്രോഹിക്കണമെന്ന മനോഭാവമുള്ളവരല്ല. പ്രശ്നങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം അവർ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ഇരുന്നു കൊണ്ട് നിയോഗിച്ചിട്ടുള്ള ഒരു കമ്മീഷന്റെ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു നിലപാട്. വിദ്യാർത്ഥികൾ പല സന്ദർഭങ്ങളിലും അതിനു മുൻപും പല പരാതികളും ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനത് ശരിയാണോ തെറ്റാണോ എന്ന് ഇപ്പൊ പറയുന്നില്ല, നമ്മൾ ആളല്ല. പക്ഷേ വിദ്യാർത്ഥികളുടെ വിശ്വാസം ആർജിക്കുന്നിടത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർ സമരം നടത്തുമ്പോൾ, ചലച്ചിത്രമേള ഇവിടെ നടക്കുന്ന സന്ദർഭത്തിൽ കുട്ടികൾക്ക് താമസ സൗകര്യം നിഷേധിച്ചു എന്നുള്ളത് വളരെ വിഷമമുണ്ടാക്കിയൊരു സംഭവമാണ്. പെൺകുട്ടികളടക്കം, ചെറിയ കുട്ടികളാണ് അവർ, അത്ര വലിയ ആൾക്കാരൊന്നുമല്ല. ആ കുട്ടികൾ അനാഥമായ നിലയിലായത് ശരിയായില്ല എന്നുള്ളതാണ് എനിക്ക് ഒരു അധ്യാപികയായിരുന്ന അനുഭവം വെച്ച് പറയാനുള്ളത്. നട്ടപ്പാതിരയ്ക്ക് കുട്ടികൾ ആലമ്പമില്ലാതെ റോട്ടിൽ ഇരിക്കേണ്ട സ്ഥിതി ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നീട് ഞങ്ങൾ ഇടപെട്ടതിന് ശേഷമാണ് കുട്ടികൾക്ക് താമസ സൗകര്യം ലഭിച്ചത്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ വിശ്വാസത്തിന്റെ ഒരു കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആരോട്? അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആലോചിച്ച് ചെയ്യൂ. രാജി സ്വീകരിച്ച് അനന്തര നടപടികൾ സ്വീകരിക്കുക എന്ന് എഴുതിയിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാജി ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത്. പുതിയ ചെയർമാനെ സംബന്ധിച്ചുള്ള ആലോചനയിലേക്ക് കടന്നു? അതൊന്നും കടന്നിട്ടില്ല. അത് രാജി സ്വീകരിച്ചതിന് ശേഷം ഇനി അനന്തര നടപടികൾ സ്വീകരിക്കുക എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. ഈ സമരത്തിന് പിന്നിൽ ആരാണെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വരുന്നുണ്ട്. അത് സർക്കാർ ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കാൻ സാധ്യതയുണ്ടോ? ബഹുമാനപ്പെട്ട ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഈ നാടിന് വേണ്ടപ്പെട്ട ആളാണ്. നമ്മുടെ കേരളത്തിന്റെ പ്രശസ്തി ലോകമാകെ വിനിമയം ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ നിലയിലുള്ള ഒരു പരിഗണനയും ബഹുമാനവും സ്നേഹവും ഒക്കെ നമുക്ക് അദ്ദേഹത്തോടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായും അതും നമുക്ക് പരിശോധിക്കാവുന്ന കാര്യമുള്ളൂ. ശങ്കർ മോഹൻ പോയതോടുകൂടി അരാജകത്വത്തിലേക്ക് വീണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുമെന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു അരാജകത്വം ഇല്ല. അവിടെ വിദ്യാർത്ഥികളാണുള്ളത്. നല്ല മിടുക്കരായ വിദ്യാർത്ഥികളാണ്, സർഗധനരായ വിദ്യാർത്ഥികളാണ്, മത്സര പരീക്ഷയിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ്. സിനിമ പ്രവർത്തകരാകണം എന്നുള്ള ആ ഒരു വളരെ അഭിനിവേശം കൊണ്ട്, ചലച്ചിത്രത്തോടുള്ള അഭിനിവേശം കൊണ്ട് വന്നിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ സർഗാത്മകത സ്വച്ഛന്തമായിട്ട് വികസിക്കാനുള്ള സാഹചര്യമാണ് അവിടെ ഉണ്ടാവേണ്ടത്. അനാർക്കിസൊന്നും അവിടെ ഇപ്പം ഇല്ല. ഈ സ്ഥാപനത്തിനെ ഏറ്റവും നല്ല നിലയിൽ ലോകോത്തര സ്ഥാപനമായിട്ട് തന്നെ വളർത്താനാണ് നമുക്ക് ശ്രമിക്കേണ്ടത്. അതിനുള്ള പിന്തുണയാണ് മാധ്യമ സുഹൃത്തുക്കളൊക്കെ നൽകേണ്ടത്. ഡയറക്ടറുടെ വീട്ടിൽ ജോലിക്ക് നിർത്തുന്ന പ്രവണത തീർത്തും ശരിയല്ലെന്നും ആവർത്തിക്കില്ലെന്നും മന്ത്രി സമരം ഒത്തുതീർന്നെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അടൂർ പറഞ്ഞത് അത് ഗവൺമെന്റ് ഔദ്യോഗിക വസതിയാണ്, അവിടെ ജോലിക്ക് നിർത്തും, ജോലിക്ക് ആളെ പറഞ്ഞയച്ചിട്ടില്ല എന്നാണ്. എന്താണ് അത് പരിശോധിക്കാം. ഞാൻ പറഞ്ഞതിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിൻവലിക്കണമെന്ന് വിരോധമൊന്നുമില്ല. പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പം ആ സ്ത്രീകൾ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടല്ലോ. അപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ അത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ അഭിപ്രായമല്ല, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ അഭിപ്രായമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജോലിക്കാരായ അവർ വീട്ടിൽ പോയി പണിയെടുക്കേണ്ടതില്ല എന്നാണ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം. ഈ സമരത്തിൽ അടൂർ ഗോപാലകൃഷ്ണനാണോ കള്ളം പറയുന്നത്? അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആരും മനഃപൂർവ്വം ഒന്നും ചെയ്യണമെന്നില്ല ഈ കാര്യത്തിൽ. എല്ലാവരും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗുണമേന്മയെ തന്നെയാണ്
ഉദ്ദേശം ലക്ഷ്യം വെക്കുന്നത്. അല്ല, അടൂര് പറയുന്നത് ഈ സ്ഥാപനത്തെ ഞാൻ ഒരു പുതിയ നയത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ തലത്തിലേക്ക് ഉയർത്താൻ ശ്രമിച്ചപ്പോഴാണ് തനിക്കെതിരെ ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും അങ്ങനെ ആരെങ്കിലും പെരുമാറോ? എല്ലാവരും സ്ഥാപനത്തിന്റെ നന്മയെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. സ്ഥാപനം ഉന്നതിയിലേക്ക് പോയാൽ കുട്ടികൾക്കല്ലേ അതിന്റെ ക്രെഡിറ്റ്. അവിടെ പഠിക്കുന്ന കുട്ടികളുടെ പഠന നിലവാരമല്ലേ ഉയരുക. അതിൽ അവർക്ക് താല്പര്യമല്ലാതിരിക്കുമോ? അങ്ങനെയൊന്നുമില്ല. ആരും കള്ളം പറയുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും അവരവരുടെ സ്റ്റാൻഡ് പോയിന്റിൽ നിന്നാണ് സംസാരിക്കുക. അവരവരെ രൂപപ്പെടുത്തിയ ആ സന്ദർഭം അനുസരിച്ചാണ് ഓരോരുത്തരുടെയും ആശയങ്ങൾ പുറത്തേക്ക് വരിക. അത്രയേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ആരും ബോധപൂർവം തെറ്റായി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മോശമായി പ്രവർത്തിക്കുക, കള്ളം പറയുകയൊന്നും ചെയ്യണില്ല. എല്ലാവരും സത്യസന്ധമായിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ അവരെ രൂപപ്പെടുത്തിയ ആ സന്ദർഭത്തിന്റെ കാര്യങ്ങൾ അവരുടെ അബോധത്തിൽ പ്രവർത്തിക്കും ഏവരുടെയും. ശങ്കർ മോഹനും അടൂരും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അതോടെ അവിടെയുള്ള കുട്ടികളുടെ ഭാവിയിൽ ആശങ്കയുണ്ട് എന്നാണ് അടൂര് പറയുന്നത്. ചലച്ചിത്ര മേഖലയില് വൈദഗ്ധ്യമുള്ളവര് വേറെയും ഉണ്ടല്ലോ നാട്ടില്. KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ആർ ബിന്ദു. അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ ശരിവെക്കുകയാണ് സർക്കാർ. അന്വേഷണ കമ്മീഷനോട് ശങ്കർ മോഹൻ സഹകരിച്ചില്ല. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ശങ്കർ മോഹൻ ചില മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന വിവാദങ്ങളെ തുടർന്ന് രാജിവെക്കുകയാണ് ഉണ്ടായത്. സർക്കാരായിട്ട് ആരോടും രാജി ആവശ്യപ്പെട്ടിട്ടില്ല. പരിപക്വമായ അന്വേഷണ കമ്മീഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അന്വേഷണ കമ്മീഷൻ ശങ്കർ മോഹനെ അടക്കം അപമാനിച്ചു എന്ന് അടൂർ പറഞ്ഞ ആരോപണങ്ങളെ തള്ളുകയും ചെയ്തിരിക്കുകയാണ് മന്ത്രി ആർ ബിന്ദു. ഏവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഉറപ്പുകളാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ളത്. അവരുടെ സമരം ന്യായമായി തന്നെ തോന്നി എന്നുള്ള നിലപാടാണ് സർക്കാരിനും ഉള്ളത്. അതിൽ വിമർശനത്തിന്റെ ആവശ്യമില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കമ്മീഷൻ റിപ്പോർട്ടിൽ അംഗീകരിക്കുന്നതായും മന്ത്രി പറയുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജീവനക്കാർ വീട്ടിൽ പോയി ജോലി ചെയ്യേണ്ട എന്നത് തന്നെയാണ് മന്ത്രി എന്നുള്ള നിലയിലും തന്റെ വ്യക്തിപരമായ രീതിയിലുമുള്ള അഭിപ്രായമെന്നും മന്ത്രി ആർ ബിന്ദു കൂട്ടിച്ചേർത്തു. അതോടൊപ്പം തന്നെ ശങ്കർ മോഹൻ രാജിവെച്ചതോടുകൂടി ക്യാമ്പസിൽ അരാജകത്വം സംഭവിക്കുന്നു. ഇത്രത്തോളം വൈവിധ്യമുള്ള ഒരു വ്യക്തി ആ ഡയറക്ടർ സ്ഥാനത്ത് നിന്നും ഒഴിയുന്നതോടുകൂടി സ്ഥാപനം വളരെ മോശമായ നിലയിലേക്ക് പോകും. അത്തരത്തിൽ നശിക്കാൻ പോകുന്ന ഒരു സ്ഥാപനത്തിന്റെ അമരത്ത് ഇരിക്കാൻ താല്പര്യമില്ല എന്നതടക്കമാണ് രാജിവെച്ചത് അറിയിച്ചുകൊണ്ടുള്ള മാധ്യമങ്ങളെ കണ്ടപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. എന്നാൽ ആ നിലപാടുകളോടും ആ ആരോപണങ്ങളോടും ആ പരാമർശത്തോടുമെല്ലാം തന്നെ മന്ത്രി ആർ ബിന്ദു വിയോജിക്കുകയാണ്. ശങ്കർ മോഹനേക്കാൾ വൈവിധ്യമുള്ള ആളുകൾ സമൂഹത്തിലുണ്ട്, ചുറ്റുമുണ്ട്. അവരിൽ ആരെങ്കിലും ആ പദവിയിലേക്ക് എത്തും. ക്യാമ്പസിൽ ഇപ്പോൾ ഒരു തരത്തിലുമുള്ള അരാജകത്വം നിലനിൽക്കുന്നില്ല. വളരെ മിടുക്കരായ വിദ്യാർത്ഥികളാണ് ക്യാമ്പസിൽ ഉള്ളത്. അവിടുത്തെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ മാന്യമായി വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകും. അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരുക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമായും വിദ്യാർത്ഥികൾ ഉന്നയിച്ച ഒരു വിഷയം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, പരാതികൾ പരിഹരിക്കാൻ ഒരു സമിതി വേണമെന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു പരാതി പരിഹാര സെല്ല് അവിടെ രൂപീകരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുക്കി കഴിഞ്ഞു. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി അവരുടെ പഠനത്തിന് സൗകര്യമൊരുക്കിക്കൊണ്ടുള്ള എല്ലാ നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് കൂടിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നന്ദകുമാർ വിശദാംശങ്ങൾ നൽകും. നന്ദു, എന്തായാലും അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകളെ ശരിവെക്കുകയാണ് സർക്കാർ. വിശദാംശങ്ങൾ. തീർച്ചയായും പ്രത്യേകിച്ച് KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അന്വേഷണ കമ്മീഷൻ എന്താണോ പറഞ്ഞത് അക്കാര്യങ്ങൾ ശരിവെക്കുക തന്നെയാണ് ഇപ്പോൾ മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിച്ച് തന്നെയാണ് റിപ്പോർട്ടുകൾ സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ പല കാര്യങ്ങളും അത് സത്യസന്ധമായി ഉണ്ട് എന്ന് മന്ത്രി ബിന്ദു തന്നെ ഇപ്പോൾ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടൂർ പറഞ്ഞ ചില കാര്യങ്ങൾ അതിൽ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും അന്വേഷിക്കും എന്നും മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് ഡയറക്ടറായിരുന്ന ശങ്കർ
ശങ്കർ മോഹനെതിരെയും സർക്കാർ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചില്ല. അദ്ദേഹം സ്വയം ഒഴിഞ്ഞു പോയി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടൂർ പറഞ്ഞ ഇത്തരത്തിൽ അപമാനിച്ചു വിട്ടു എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ശരിയല്ല എന്നും മന്ത്രി ആർ ബിന്ദു പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയത് അത് ആരെയും ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല. കാരണം ജാതി വിവേചനം അടക്കമുള്ള കാര്യങ്ങൾ കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെ വിദ്യാർത്ഥികൾ പറഞ്ഞ കാര്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അപ്പോഴൊക്കെ തന്നെ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനമല്ല സർക്കാർ സ്വീകരിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി ആർ ബിന്ദു പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന്റെ ആ ഒരു വാക്കുകൾ എന്തായാലും സർക്കാരിനെതിരെ തിരിയുമെന്ന ഒരു കാര്യവും കൂടി ഉണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ സർക്കാർ അന്വേഷിക്കാതെ, പ്രത്യേകിച്ച് ഈ സമരത്തിന് പിന്നിൽ അന്വേഷണം നടത്തണമെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ കൃത്യമായി അത് പഠിച്ച് തന്നെയാണ് തീരുമാനമെടുത്തത് തന്നെയാണ് മന്ത്രി ആർ ബിന്ദുവും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധിയിലേക്ക് നിൽക്കുന്നത് ആ ഒരു സ്ഥാപനം തന്നെയാണ്. കാരണം അടൂർ ഗോപാലകൃഷ്ണന്റെ രാജിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് ഏത് തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിലും ഇപ്പോൾ സർക്കാർ നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വിഷയത്തിൽ അടൂർ ഗോപാലകൃഷ്ണ രാജി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി ആർ ബിന്ദു പറയുന്നത്. ആര്യ. നന്ദൻ, അതേസമയം തന്നെ ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ സമരത്തെ പൂർണ്ണമായും അനുകൂലിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ നിലപാട് അറിയിക്കുകയും ചെയ്യുകയായിരുന്നു മന്ത്രി ആർ ബിന്ദു. എന്തായാലും ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ അടക്കം ഈ ഒരു സമരത്തെ വളരെ മോശമായി ചിത്രീകരിച്ച ഒരു സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ഇത്രത്തോളം അനുകൂലമായ ഒരു നിലപാട്. അവരുടെ സമരം ന്യായമായ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു, അവരുടെ പരാതികളെല്ലാം ശരിയായിരുന്നു എന്നുള്ള തലത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഉന്നയിച്ച ഓരോ പ്രശ്നങ്ങളും അത് കഴിഞ്ഞ അനക്സിൽ വെച്ച് തന്നെ മന്ത്രിയുടെ റൂമിൽ വെച്ച് തന്നെയായിരുന്നു ആ ഒരു ചർച്ച നടന്നത്. ആ ചർച്ച നടന്ന സമയത്ത് പോലും കൃത്യമായി വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു നിലപാട് തന്നെയാണ് മന്ത്രി സ്വീകരിക്കുകയും ചെയ്തത്. കാരണം വിദ്യാർത്ഥികൾ പറഞ്ഞ പല കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അത് തന്നെയാണ് ഇന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ വിശ്വാസം ആർജിക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനമെന്നും മന്ത്രി ആർ ബിന്ദു പറയുകയും ചെയ്തു. പക്ഷേ അതേസമയം അന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ അതിൽ പ്രശ്നങ്ങൾ ഉള്ളതായി മനസ്സിലാക്കുന്നു. അതായത് വിദ്യാർത്ഥികൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും അത് കൃത്യമായി തന്നെയാണ് സർക്കാർ അത് വിലയിരുത്തുകയും ചെയ്തു. അതിൽ കഴമ്പുണ്ട് എന്ന രീതിയിൽ സർക്കാർ അത് മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. അതേസമയം അടൂർ പറഞ്ഞ ചില കാര്യങ്ങളിൽ അത് അത്തരത്തിൽ പ്രശ്നമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ സർക്കാർ വീണ്ടും പരിശോധിക്കുമെന്ന രീതിയിലുള്ള കാര്യങ്ങളും മന്ത്രി ആർ ബിന്ദു പറയുകയും ചെയ്തു. കാരണം ഇത്തരത്തിൽ ജാതി വിവേചനം നടക്കുക, അതോടൊപ്പം തന്നെ ഡയറക്ടറുടെ വസതിയിൽ ഇത്തരത്തിൽ ജോലിക്കാരെ നിയമിക്കുക എന്നീ കാര്യങ്ങളൊക്കെ സർക്കാർ അത് തീരുമാനിച്ചു എന്ന് തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. പക്ഷേ ആ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മന്ത്രി മലക്കം അറിയുന്ന കാര്യങ്ങളിലേക്ക് പോയിരുന്നു. കാരണം ഇത്തരത്തിൽ തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോകുന്നു. എന്തായാലും അടൂർ പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ അത് പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ രാജി അത് മുഖ്യമന്ത്രിയുമായി തീരുമാനിച്ചതിനു ശേഷം മാത്രമേ മുന്നോട്ട് പോകുള്ളൂ എന്നും മന്ത്രി ആർ ബിന്ദു പറയുകയും ചെയ്തു. ആര്യ. തീർച്ചയായും നന്ദകുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. ശങ്കർ മോഹന്റെ വീട്ടിലെ ശുചിമുറി കഴുകിപ്പിച്ചെന്ന് ആവർത്തിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജീവനക്കാർ. ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ ശുചീകരണ തൊഴിലാളികളുടെ കൂട്ടത്തിൽ ഇല്ലെന്ന് അടൂർ പറയുന്നത് തെറ്റാണെന്നും ഇവർ പറഞ്ഞു. സത്യത്തിൽ ഇത്രയും അടൂർ സാർ പറഞ്ഞൊരു കാര്യം, ഇത്രയും വിദ്യാസമ്പന്നരായ ആൾക്കാർ ഇത്രയും മോശമായ കള്ളം പറയുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട്. ഞങ്ങളുടെ വിദ്യാഭ്യാസ കുറവ് കൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾ കള്ളത്തരവല്ല ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അന്നേരവും പറയുന്നത് ഞങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ഈശ്വരനില്ല. ഈശ്വരനെ സാക്ഷി നിർത്തി അവർ ഒരു വാക്ക് ഞങ്ങൾ കക്കൂസ സ്ക്രബർ കൊണ്ട് കഴിയിച്ചിട്ടില്ല എന്ന് അവർ ഏതെങ്കിലും ഒരു ഈശ്വരനെ സാക്ഷി നിർത്തിയൊന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അല്ലാതെ ഞങ്ങൾക്ക് വേറെ തെളിയിക്കാൻ, ഈശ്വരനല്ലാതെ തെളിയിക്കാൻ ഞങ്ങൾക്ക് മറ്റൊരു മാർഗവുമില്ല. ഞങ്ങൾ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഒരു ഗ്ലൗസ് തരാവോ, കുഞ്ഞു പിള്ളേരുള്ളതാണ് വീട്ടിൽ, അവർ കൂടി ചെല്ലുമ്പോൾ വരികയില്ല. ഞങ്ങളുടെ അല്ലേ, പേടിക്കണ്ട എന്ന് പറഞ്ഞ് ആ സ്ത്രീ എന്താ ഇങ്ങനെ പറയുന്നതെന്ന്, അവരുടെ വിദ്യാഭ്യാസമായിരിക്കും അങ്ങനെ പറയുന്ന കള്ളത്തരം പറയുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദളിത് വിവേചനം നടന്നു എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി യൂണിയൻ ചെയർമാൻ ശ്രീദേവ് പറഞ്ഞു. വാർത്തകളിലേക്ക്. ഹൈക്കോടതി കോഴ വിവാദത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂരിനെതിരെ അന്വേഷണവുമായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം. കഴിഞ്ഞ 10 വർഷത്തെ സൈബി ജോസിന്റെ വരുമാനം സംബന്ധിച്ച് വിവരശേഖരണം ആരംഭിച്ചു. അതേസമയം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്മേൽ DGP അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടി.
ഹൈക്കോടതി ജഡ്ജിക്ക് കോഴ നൽകാനെന്ന പേരിൽ കക്ഷിയിൽ നിന്ന് അഭിഭാഷകൻ ലക്ഷങ്ങൾ വാങ്ങിയ സംഭവത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗമാണ് അന്വേഷണം ആരംഭിച്ചത്. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈബി കിടങ്ങൂരിന്റെ 10 വർഷത്തെ വരുമാനം സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം വിവരശേഖരണം ആരംഭിച്ചു. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണ് നടപടി. സൈബി ജോസിൽ നിന്നും കേസിൽ ഉൾപ്പെട്ട മറ്റുള്ളവരിൽ നിന്നും മൊഴിയെടുക്കും. അതേസമയം കൊച്ചി കമ്മീഷണറുടെ റിപ്പോർട്ട് അഡ്വക്കേറ്റ് ജനറലിന് ഡിജിപി കൈമാറി. തുടർ നടപടിയിലെ നിയമോപദേശം തേടിയാണ് ഡിജിപിയുടെ നടപടി. അനുകൂല വിധി സമ്പാദിക്കാൻ ജഡ്ജിക്ക് കോഴ നൽകാനെന്ന പേരിൽ അഭിഭാഷകൻ കക്ഷിയിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയ സംഭവം ഗൌരവമേറിയതാണെന്നും എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തണമെന്നുമായിരുന്നു കമ്മീഷണറുടെ റിപ്പോർട്ട്. അതിനിടെ സൈബി ജോസ് കിടങ്ങൂരിനോട് ബാർ കൌൺസിലും വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. നിയമ മന്ത്രാലയത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് നടപടി. ന്യൂസ് 18 കൊച്ചി. കാന്തപുരം AP വിഭാഗം നേതാക്കളുടെ പ്രസംഗത്തിലെ പരാമർശങ്ങൾ വിശദീകരിക്കാൻ SSF അവതരിപ്പിച്ച പ്രമേയം വിവാദത്തിൽ. സർക്കാരിനെ എതിർക്കുമ്പോൾ രാജ്യത്തിനെതിരെയാക്കി മാറ്റുന്ന BJP രീതി തന്നെയാണ് പ്രമേയത്തിലെ പരാമർശങ്ങളെന്ന് വിമർശകർ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ പ്രമേയത്തിലെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് SSF. ഭരണകൂടത്തെ തിരുത്തേണ്ടത് രാജ്യത്തെക്കുറിച്ച് വെറുപ്പുൽപ്പാദിച്ചുകൊണ്ടാകരുത്. രാജ്യത്തെയും ഭരണകൂടത്തെയും രണ്ടായി തന്നെ കാണേണ്ടതുണ്ട്. സർക്കാരിൻ്റെ നയനിലപാടുകളെ എതിർക്കാൻ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തേണ്ടതില്ല. ഫാഷിസത്തോടും അതിൻ്റെ ഹിംസയോടുമുള്ള വെറുപ്പിനെ രാഷ്ട്രത്തോടുള്ള വെറുപ്പായി വളർത്തിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങളോട് ഇസ്ലാമിനെ യോജിക്കാനാവില്ല. ഇന്ത്യയിൽ മുസ്ലിം സമുദായം വെല്ലുവിളി നേരിടുന്നില്ലെന്ന AP സംസ്ഥാന നേതാക്കളുടെ പ്രസംഗം വിവാദമായപ്പോൾ നിലപാട് വിശദീകരിക്കാനാണ് SSF പ്രമേയം അവതരിപ്പിച്ചത്. എന്നാൽ പ്രമേയത്തിലെ ചില പരാമർശങ്ങളാണ് ഇപ്പോഴത്തെ ചർച്ച. ഭരണകൂടത്തെ തിരുത്തേണ്ടത് രാജ്യത്തെക്കുറിച്ച് വെറുപ്പുൽപ്പാദിപ്പിച്ചുകൊണ്ടാവരുത്, ഫാസിസത്തോടുള്ള വെറുപ്പിനെ രാജ്യത്തോടുള്ള വെറുപ്പായി വളർത്തുന്നത് ഇസ്ലാമിക രീതിയല്ല തുടങ്ങിയ പരാമർശങ്ങൾക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ വിമർശനമുയരുന്നു. ഇതെല്ലാം എതിർക്കുന്നവരെക്കുറിച്ച് സംഘപരിവാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തന്നെയാണെന്നാണ് വിമർശനം. പ്രമേയത്തിൽ SSFന് പിഴവ് പറ്റിയെന്ന് സുന്നി പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ഭരണകൂടത്തെ തിരുത്തുന്നത് രാജ്യത്തോട് തന്നെ വെറുപ്പുൽപ്പാദിപ്പിച്ചുകൊണ്ടാവരുത് എന്ന് പറയുമ്പോൾ നിലവിലുള്ള പല ഭരണകൂട വിമർശനങ്ങളും രാജ്യത്തോട് വെറുപ്പുൽപ്പാദിപ്പിക്കുന്നതാണ് എന്നൊരു ധ്വനി അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളെ BJPയും RSSും പ്രതിരോധിക്കുന്നത് അങ്ങനെയാണ്. ദേശവിരുദ്ധമാണ്, രാജ്യവിരുദ്ധമാണ്. അപ്പോൾ അതിനെ ശക്തിപ്പെടുത്തുന്ന ഒരു ഭാഷ SSF പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രമേയത്തിൽ ഉൾക്കൊള്ളുക എന്നത് ഗുരുതരമായൊരു സൂക്ഷ്മതക്കുറവാണ്. എന്നാൽ പ്രമേയത്തിലെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് SSF. രാജ്യത്തെയും ഭരണകൂടത്തെയും രണ്ടായി കാണണം എന്ന സന്ദേശമാണ് പ്രമേയം. വെറുപ്പിനെതിരെ വെറുപ്പ് ഉത്പാദിപ്പിക്കുന്നവർ എന്നുദ്ദേശിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളെയാണെന്നും സംസ്ഥാന പ്രസിഡന്റ് ഫിർദൌസ് കടവത്തൂർ. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളൊക്കെ വെറുപ്പ് ഉത്പാദിപ്പിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടക്കുകയും ഇവിടെ നമുക്ക് ജീവിക്കാൻ കൊള്ളാത്ത രാജ്യമാണ് എന്നും വിശുദ്ധ മതത്തിൽ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ രാജ്യത്തു നിന്ന് പലായനം ചെയ്യണമെന്നൊക്കെ പറയുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത്, അങ്ങനെ യുവാക്കളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വിശേഷിച്ചും വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ലെന്നും സ്നേഹം കൊണ്ടാണ് എന്നും ഭരണഘടനാനുസൃതമായി നമ്മുടെ ജനാധിപത്യ രീതിയിൽ നമുക്ക് ഇവിടെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്താനും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും ഇവിടെ ജീവിക്കാനും സാധ്യതയുണ്ട് എന്നതാണ് ഞങ്ങളുടെ ലൈൻ. സമുദായത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾക്ക് സമുദായം തന്നെയാണ് കാരണമെന്നും ഭരണകൂടത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നുമുള്ള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C മുഹമ്മദ് ഫൈസിയുടെ പരാമർശങ്ങളും വിമർശിക്കപ്പെടുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. വൈദ്യുതി നിരക്ക് കൂട്ടിയും സ്മാർട്ട് മീറ്റർ പദ്ധതിയിലൂടെയും ഉപഭോക്താക്കൾക്ക് മേൽ അധിക ഭാരം അടിച്ചേൽപ്പിച്ച് KSEB. ഇതിലൂടെ ബോർഡിനുണ്ടായ സാമ്പത്തിക ബാധ്യത പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് KSEB. അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും 8,200 കോടി രൂപ കടമെടുത്ത് സ്മാർട്ട് മീറ്റർ പദ്ധതിയുമായി KSEB മുന്നോട്ടു പോകുകയാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ KSEB പുറത്തുനിന്ന് വാങ്ങിയ വൈദ്യുതിയുടെ ഇന്ധന സർചാർജ് ഇനത്തിനാണ് ബോർഡിന് 87.07 കോടി രൂപയുടെ അധിക ചിലവുണ്ടായത്. ഇത് ജനങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കാനാണ് ബോർഡിന്റെ ഉദ്ദേശം. യൂണിറ്റിന് 9 പൈസ വർധനയിലൂടെ 100 യൂണിറ്റിന് 9 രൂപ ഉപഭോക്താക്കൾ നൽകേണ്ടി വരും. ബോർഡ് സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുമ്പോഴും 8,200 കോടി രൂപയുടെ കടമെടുത്ത് സ്മാർട്ട് മീറ്റർ പദ്ധതിയുമായി KSEB മുന്നോട്ടു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ചിലവും ജനങ്ങൾക്ക് മേൽ തന്നെ. താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇറക്കുമതി ചെയ്ത കൽക്കരി കൂടി ഉപയോഗിക്കുന്നതിനാൽ വൈദ്യുതി വില വർദ്ധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വരും മാസങ്ങളിലും സർചാർജ് വർദ്ധിക്കാനാണ് സാധ്യതയെന്ന് വിദഗ്ധർ പറയുന്നു. 87 കോടി രൂപ അധിക ചെലവ് ബോർഡിന് വന്നപ്പോൾ ജനങ്ങൾക്ക് കൈപൊള്ളി തുടങ്ങി. ഇനി കടമെടുത്ത് ബോർഡ് സ്മാർട്ട് മീറ്റർ കൂടി സ്ഥാപിച്ചു കഴിയുമ്പോൾ ജനങ്ങൾക്ക് ഷോക്ക് അടിക്കുമെന്നുറപ്പ്.
തിരുവനന്തപുരത്ത് നിന്നും നന്ദകുമാർ, ന്യൂസ് 18. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.